മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ വായനകൾ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന ചിന്തകൾ പ്രകാരമാണ്. ഒന്നാമതായിട്ട്, ക്രിസ്തു ശിഷ്യൻ പ്രലോഭനങ്ങളെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ഉണ്ടാകേണ്ട കുറച്ച് ക്വാളിറ്റികളെ കുറിച്ചാണ് ഇന്നത്തെ വചനഭാഗങ്ങളിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. ഈ ഞായറാഴ്ചയിലെ ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം 8ാം അധ്യായത്തിലാണ്. ഈ വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് 40 സംവത്സരം മരുഭൂമിയിൽ കഴിയേണ്ടി വന്നത്, അല്ലെങ്കിൽ പരീക്ഷകൾ നേരിട്ടു എന്നതിനെക്കുറിച്ചാണ്. ചരിത്രം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, അവർക്കൊരു പക്ഷേ 40 ദിവസത്തെ യാത്ര മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എന്നാൽ അവർ വാഗ്ദാന നാട്ടിലെത്താനായിട്ട് ഏകദേശം 40 സംവത്സരങ്ങളെടുത്തു. അതിനെക്കുറിച്ചുള്ള ഉത്തരമാണ്, അല്ലെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ ജനത്തെ എളിമപ്പെടുത്തുവാനും തൻ്റെ ജനത്തെ പരീക്ഷിച്ച് വിശ്വസ്തത മനസ്സിലാക്കുന്നതിന് ഭാഗമായിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നയിച്ചത്. വിശ്വസ്തത പാലിക്കുന്നവർക്ക് പരീക്ഷകളുടെ നടുവിലും കുറവ് കൂടാതെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ, അല്ലെങ്കിൽ ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്യുന്ന ദൈവത്തെയാണ് ഒന്നാമത്തെ വായനയിൽ കാണുന്നത്. ഇന്നത്തെ ലേഖന വായനത്തേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരിൽ പ്രധാനിയായ പത്രോസ് ഓർമ്മിക്കുന്ന ഇപ്രകാരമാണ്: ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുതെന്ന്, മറിച്ച് ആഹ്ലാദിക്കുൻ. എന്തുകൊണ്ട് ആഹ്ലാദിക്കണം? ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകാൻ സാധിച്ചതിൽ ആഹ്ലാദിക്കണമെന്ന് പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷകളെല്ലാം ജീവിതത്തെ പരിശോധിക്കാനുള്ളതാണ്, മറിച്ച് തളർത്താനുള്ളതല്ല. പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ ആഴപ്പെടുന്നു, ദൈവത്തോട് ചേർന്നിരിക്കുന്നു, അവൻ്റെ വിശ്വാസത്തിൽ വളരുന്നതായിട്ട് കാണാൻ സാധിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ അതിൻ്റെ മുൻപത്തെ ഭാഗം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, ഈശോയെ ക്രിസ്തുവായിട്ട് പ്രഖ്യാപിച്ച പത്രോസ് ലീഹ തനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പറയുന്നത്. സുരക്ഷിതമായ ഭാവി, അതാണ് ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നം. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആരും പുലിവാൽ പിടിക്കാൻ നിൽക്കില്ല, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വള്ളി വരുന്നുണ്ടെന്ന് കേട്ടാൽ തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ നോക്കുക. അതുതന്നെയാണ് പത്രോസ് ലീഹയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ സംഭവത്തിൽ കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുനാഥൻ തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പത്രോസ് ലീഹ ഈശോയെ തടുക്കുകയാണ് ചെയ്യുന്നത്. യേശു യഹൂദരുടെ രാജാവാകുമെന്ന് പ്രതീക്ഷിച്ച പത്രോസ് ലീഹയ്ക്കും ശിഷ്യന്മാർക്കും ഈശോ പീഡ അനുഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെല്ലാവരും വാവിളിച്ച് നിൽക്കുന്നൊരു നിമിഷമാണ് കാണാൻ സാധിക്കുന്നത്. പഴഞ്ചൊല്ലെങ്കിലും സത്യമാണ്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടിൽ സൗരഭ്യം. ഗുരുവിന് പീഡാനുഭവവും മരണവുമാണെങ്കിൽ ശിഷ്യനും ഉറപ്പാണ് ഇതിൻ്റെ ഏതെങ്കിലും പങ്ക്. അതുകൊണ്ടാണ് പത്രോസ് കേട്ട പാതി തടസ്സങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ശിഷ്യരിൽ പ്രധാനിയാണെങ്കിലും കർത്താവിൻ്റെ ചങ്കാണെങ്കിലും തടസ്സം നിൽക്കുന്ന പത്രോസിനോട് കർത്താവിന് ഒന്നേ പറയാനുള്ളൂ: നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണെന്ന്. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ചിന്ത മാനുഷികമായിട്ടാണ് കടന്നു വരാറ്. പലപ്പോഴും നാം എല്ലാം പത്രോസിനെ പോലെ മാനുഷികമായിട്ടാണ് ചിന്തിക്കുന്നത്. ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നുണ്ടെന്ന് തോന്നിയാൽ അത് ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറാകില്ല, മറിച്ച് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ക്രിസ്തു ശിഷ്യരായ നമ്മെ കർത്താവ് ഓർപ്പിക്കുന്ന ഇപ്രകാരമാണ്: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവ് ഒരിക്കലും നിർബന്ധം പറയുന്നില്ല, കർത്താവ് പറയുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. കുരിശെടുക്കാതെ കർത്താവിൻ്റെ ശിഷ്യനാകാൻ സാധിക്കില്ലെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവന് സഹനം ഉറപ്പാണ്. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. ഈശോ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, കർത്താവിൻ്റെ ശിഷ്യനാകാൻ താല്പര്യമുണ്ടോയെന്ന്. കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് കർത്താവിനെ പിൻഗമിക്കുന്നവന്, അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്നവന് ജീവിതത്തിൽ സഹനങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് കർത്താവ് ഉറപ്പ് തരുന്നത് പോലെ കുരിശെടുക്കാൻ തയ്യാറായി വേണം കർത്താവിൻ്റെ പിന്നിൽ വരാനായിട്ടാണ്. കർത്താവ് ഉറപ്പ് തരുന്നുണ്ട്, കുരിശെടുക്കാൻ തയ്യാറാണെങ്കിൽ ജീവൻ കണ്ടെത്തുമെന്ന്. നമ്മളെല്ലാവരും സ്വന്തം ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ പിൻഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് ഉറപ്പ് നൽകുന്നുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവൻ നഷ്ടമായാലും വരുന്ന യുഗത്തിൽ സ്വർഗ്ഗരാജ്യത്തിൽ നിങ്ങൾക്ക് ജീവൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് ക്രിസ്തു ശിഷ്യരായ നാം ഓരോരുത്തരും ഈ നോമ്പ് കാലത്തിൽ അതിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ഒരു അവിഭാജ്യ ഘടകമാണെന്ന്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നാം ഓരോരുത്തരും ജീവിതത്തിലെ സഹനങ്ങൾ, പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ അടിപതരാതെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് നിൽക്കുവാനും കർത്താവിനെ പിന്തുടരാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.